ഏറ്റവും പ്രിയപ്പെട്ട ചങ്ങാതിമാരെ, നമസ്കാരം. നമസ്കാരം. നമ്മൾ 25 വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലെ ഒരു ഒക്ടോബർ മാസത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ചിട്ട് ഒത്തുകൂടി, ഒന്നിച്ച് ചേർന്ന് തുടങ്ങി. അന്ന് നമ്മുടെ കൂടെ ചേർന്ന 3 പേര് നമ്മുടെ കൂടെ ഇപ്പോൾ ഇല്ല. നീതു, ഷാനവാസ് പി സി, പോപ്പി ഛദ്ദ. ഇവരുടെ മരിക്കാത്ത ഓർമ്മകൾക്ക് മുമ്പിൽ നമുക്ക് ശ്രദ്ധാഞ്ജലികളോടെ അല്പനിമിഷം പ്രാർത്ഥിക്കാം. ഇരിക്കാം. 25 വർഷങ്ങളാണ് നമ്മൾ 44th ബാച്ച് ആയതിനു ശേഷം കഴിഞ്ഞു പോയിരിക്കുന്നത്, അല്ലേ? അതായത് 4 നൂറ്റാണ്ടുകൾ കഴിഞ്ഞു. പക്ഷേ നമ്മൾ ഇന്നലെ IMCH ഹാളിൽ വെച്ച് കണ്ടുമുട്ടിയപ്പോൾ ഇത്രയും കാലങ്ങൾ അതിൻ്റെ ഇടയിൽ കൊഴിഞ്ഞു പോയി എന്നുള്ളത് ആർക്കും തോന്നിയില്ല. മിനിഞ്ഞാന്ന് കണ്ട് രാത്രിയിൽ ഉറങ്ങി, ഇന്നലെ ഉറങ്ങി എഴുന്നേറ്റ് കണ്ടതുപോലെയാണ് നമുക്ക് പരസ്പരം തോന്നിയത്, അല്ലേ? നമ്മളെല്ലാവരും 25 വർഷങ്ങൾ പുറകിലേക്ക് പോയി. നമ്മുടെ എല്ലാം പ്രായം 18ഉം 19ഉം ഒക്കെ ആയി. ആ ചുറുകുറുക്കൂടെ കൂടിയാണ് ഇന്ന് രാവിലെ എല്ലാവരും 5K റണ്ണൊക്കെ ഓടിയത്. എന്തൊരു ഉഷാറായിരുന്നു എല്ലാവർക്കും, അല്ലേ? നമ്മളെല്ലാവരും പല പല വീടുകളിൽ നിന്ന്, പല പല നാടുകളിൽ നിന്ന് 4 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒന്നിച്ചു ചേർന്നതാണ്. എന്തേ ഷാഹിദ് ഓടിയില്ലെങ്കിലും ആ ചുറുകുറുക്കോടെയാണ് പ്രാക്ടീസുകളൊക്കെ കണ്ടത്, അല്ലേ? ഇനിയിപ്പോ ആ എന്താണെന്നുള്ളത് നമുക്ക് കാണാൻ പോകുന്നതേ ഉള്ളൂ, ഷാഹിദയുടെ ചെറുപ്പം. അപ്പൊ നമ്മള് 4 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പല പല വീടുകളിൽ നിന്ന്, പല പല സാഹചര്യങ്ങളിൽ നിന്ന്, പല പല നാടുകളിൽ നിന്ന്, കേരളത്തിന്റെ പല പ്രദേശങ്ങളിൽ നിന്നും കേരളത്തിന് പുറത്തു നിന്നും നമ്മളെല്ലാവരും ഒന്നിച്ചു ചേർന്നു. ആദ്യമൊന്നും പരിചയമേ ഇല്ലാത്ത ആൾക്കാരായിരുന്നു. ദിവസങ്ങൾ കഴിഞ്ഞു പോയപ്പോൾ നമ്മളെല്ലാം നമ്മുടെ വീട്ടുകാരെ പോലെ തന്നെ, ഒരു പക്ഷേ പലരും അതിനേക്കാൾ കൂടുതൽ അടുപ്പമുള്ളവരായി തീർന്നു. നമ്മുടെ എല്ലാ കുറ്റങ്ങളും കുറവുകളും ബലഹീനതകളും കഴിവുകേടുകളും എല്ലാം പരസ്പരം അറിഞ്ഞ് നമ്മളായി തന്നെ നമ്മൾ പരസ്പരം സ്നേഹിച്ചു തുടങ്ങി. 6-7 വർഷങ്ങൾ നമ്മൾ ഒരുമിച്ച് വേനലും മഴയും ശൈത്യവും ശിശിരവും എല്ലാം അനുഭവിച്ചു, അല്ലേ? എന്നിട്ട് ഭൂഗോളത്തിൻ്റെ പല പല ഭാഗങ്ങളിലുള്ള ആൾക്കാരുടെ അസുഖങ്ങൾ, വേദനകൾ മാറ്റാൻ നാം പല വഴിക്ക് പിരിഞ്ഞു. അന്ന് നമ്മൾ ഒരുമിച്ചുള്ള ദിവസങ്ങൾ ചിലപ്പോൾ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ ദിവസങ്ങളിൽ കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഇണക്കങ്ങളും പിണക്കങ്ങളുമായി ആ ദിവസങ്ങൾ കഴിഞ്ഞു പോയി. അതിനുശേഷം ഭൗതികമായി ഫിസിക്കലി നമ്മൾ ഭൂമിയുടെ പല പല ഭാഗത്തായിരുന്നു എങ്കിലും നമ്മുടെ അടുപ്പം ഓരോ ദിവസം കഴിയുന്തോറും കൂടിയിട്ടേ ഉള്ളൂ എന്നുള്ളതാണ് 2 ദിവസങ്ങളായി നമുക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? നമ്മൾ മനുഷ്യരാണ്. പല പല ദുഃഖങ്ങളും വിഷമങ്ങളും ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവാം. നമ്മൾക്ക് ആർക്കെങ്കിലും ഒരു വിഷമം വന്നാൽ ഭൂമിയുടെ അങ്ങേ തലക്കലാണെങ്കിലും ഇങ്ങനെ എൻ്റെ ഒരു ബാച്ച്മേറ്റ് ഉണ്ട്, എൻ്റെ ഒരു സഹോദരൻ ഉണ്ട് എന്നുള്ളൊരു ധൈര്യം നമുക്കെല്ലാം ഉണ്ട്. അങ്ങനെ ഈ 44th ബാച്ച് എന്നുള്ളത് നമ്മളെല്ലാം ഒറ്റക്കെട്ടായി ഒരു കുടുംബത്തിലെ സഹോദരങ്ങളായി കൂട്ടി ചേർത്ത് നിർത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഒത്തുചേരലിൻ്റെ 25ാം വാർഷികത്തിൻ്റെ ആന്തസിസ് 25ൻ്റെ ആന്തസിസ് ഫുൾ ബ്ലൂം ആണ് ഇവിടെ ഇനി നടക്കാൻ പോകുന്നത്. അതിന് നിങ്ങൾക്ക് ആർക്കും സ്വാഗതം പറയേണ്ട കാര്യമില്ല. എങ്കിലും നമ്മുടെ സ്നേഹം പങ്കിടാൻ നമ്മുടെ കൂടെ പല കുടുംബാംഗങ്ങളുണ്ട്. എല്ലാവർക്കും, എല്ലാ ചങ്ങാതിമാർക്കും, കൂടെ എത്തിയിട്ടുള്ള കുടുംബാംഗങ്ങൾക്കും ആന്തസിസ് ഫുൾ ബ്ലൂമിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. പിന്നെ 2 ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ സംരംഭത്തിൻ്റെ ഓരോ നിമിഷവും അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ കഴിയുന്നത് സിൽവർ ബോക്സ് എന്ന ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയുടെ സഹായത്തോടു കൂടി മാത്രമാണ്.
ഇവൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ എല്ലാ ടീം അംഗങ്ങൾക്കും സ്വാഗതം പറയുന്നു. ഏവർക്കും ഒരിക്കൽ കൂടി ആന്തസിസ് ഫുൾ ബ്ലൂമിലേക്കും ഡിന്നറിലേക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തട്ടെ. ലാസ്റ്റായിട്ട് എനിക്ക് തോന്നുന്നത് നമ്മളാണ് ഏറ്റവും ലക്കി ആയിട്ടുള്ള ആൾക്കാർ. കുറേ കാര്യം കൊണ്ട് ഇവിടെ വരാൻ പറ്റാത്ത ആളുകൾ ഓൺലൈനായിട്ട് സ്ട്രീം ചെയ്യുന്നുണ്ട്. ഒരാൾ പ്രത്യേകമായിട്ടൊരു വീഡിയോ അയച്ചിട്ടുണ്ട്, അതിവിടെ പ്ലേ ചെയ്യും എന്ന് ഞാൻ പറഞ്ഞപ്പം ആ ഉണ്ടായ സന്തോഷവും ഒക്കെ എനിക്ക് തോന്നുന്നു അതാണ് എൻ്റെ ഏറ്റവും വലിയ റിവാർഡ്. ശ്രീഹരി സംസാരിച്ച അത്ര നന്നായിട്ട് സംസാരിക്കാൻ എനിക്കറിയില്ല, പക്ഷേ ഐ തിങ്ക് എനിക്ക് എൻ്റെ ഫീലിങ്സ് എപ്പോഴും ഡാൻസ് ആയിട്ടും ഒക്കെയാണ് വരുന്നത്. അപ്പോൾ അതാണ് ഇന്ന് ചെയ്തിട്ടുമുള്ളത്. ആക്ച്വലി താങ്ക്സ് ആണ് പറയാനുള്ളത് വെൽക്കംത്തിനേക്കാളും. ബട്ട് ഐ ഹോപ്പ് യു ഓൾ എൻജോയ്. എന്നോട് ഷാഹിദ എനിക്ക് ചെയ്യണ്ട, എനിക്ക് ചെയ്യാൻ പറ്റൂല, ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞവരോട് ഞാൻ ഒരേ വോയിസ് ക്ലിപ്പാണ് എല്ലാവർക്കും ഫോർവേഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ടോ? യെസ് ആണ് ആൻസർ എങ്കിൽ forget about the rest. ബാക്കി എന്തായാലും നല്ലതായാലും ചീത്തയായാലും ഇറ്റ്സ് ഓക്കെ. അപ്പം ഈ സ്റ്റേജിൽ കയറുന്നവർ അത്രയും പേടിച്ചിട്ട് കയറുന്ന ആൾക്കാരാണ്. അപ്പം പ്ലീസ് സപ്പോർട്ട് ദം ആൻഡ് I hope they'll enjoy and you will all have a good time today. Thank you so much.